പഠനത്തോടൊപ്പം ധനസമ്പാദനവും എന്ന ക്രിയാത്മകമായ ആശയം പഠിതാക്കൾക്കായി സമർപ്പിക്കുകയാണ് യൂണിവേഴ്സിറ്റി. ഏൺ വൈൽ യു ലേൺ എന്ന പദ്ധതിയുടെ പ്രഖ്യാപനത്തിനും ലോഞ്ചിനുമായി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ഈ പരിപാടിയിൽ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ മുഖ്യ അതിഥി മുൻ തെലങ്കാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സണും ഡോക്ടർ BR അംബേദ്കർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ ചക്രപാണി ഗണ്ട, നമ്മുടെ VC ഡോക്ടർ ജഗതിരാജ്, ഡോക്ടർ കുരിപ്പുഴ ശിവകുമാർ ഉൾപ്പെടെ നമ്മുടെ രജിസ്ട്രാർ ഡോക്ടർ സുനിത ഉൾപ്പെടെ വേദിയിലുള്ള വിശിഷ്ടാതിഥികൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പെട്ടുപോയി എന്നുള്ളൊരവസ്ഥയിലാണ്. എനിക്ക് ഇവിടെ പങ്കെടുത്തിരിക്കുന്നവരെ കുറിച്ച് ഓർത്താണ് എൻ്റെ ഒരു ടെൻഷൻ. ഇതെല്ലാം കേൾക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. വളരെ സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും യൂണിവേഴ്സിറ്റി ഒരു അര ദിവസത്തെ പ്രോഗ്രാമായിട്ടായിരിക്കും ഇത് ചാർട്ട് ചെയ്തത്. ആ വിവരങ്ങളെല്ലാം ശ്രീ പ്രശാന്ത് അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇവിടെ വന്നതിലൊരു ചെറിയ നേട്ടം വേറെ ഉണ്ടായി. അതിനോ ഒരു നന്ദി പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുമുണ്ട്. കാരണം കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റുകളിൽ ഒന്നാണ് ഡോക്ടർ BR അംബേദ്കർ കൾച്ചറൽ സ്റ്റഡീസ് സെൻറ്റർ. അത് എൻ്റെ ഡിവിഷനായ ശാസ്താംകോട്ടയിൽ 50 സെന്റ് ഭൂമി കണ്ടെത്തി 1.25 കോടി രൂപ ചെലവഴിച്ച് ഡോക്ടർ BR അംബേദ്കറിൻ്റെ പേരിൽ ഒരു സ്ഥാപനം നിർമ്മിച്ച് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഡോക്ടർ അംബേദ്കറിൻ്റെ ഒരു സ്റ്റാച്യു അവിടെ ഈ മാസം തന്നെ സ്ഥാപിക്കുകയും ചെയ്യും. അതുകൂടാതെ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അഡ്രസ് ചെയ്യുന്ന ഒരു റിലീഫ് വർക്കും അവിടെ ചെയ്യുകയാണ്. ഉണ്ടായൊരു പ്രയാസം, ആ കൾച്ചർ സ്റ്റഡീസ് സെൻറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോക്ടർ BR അംബേദ്കറിൻ്റെ മുഴുവൻ വർക്ക്സും അവിടെ കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതും അദ്ദേഹത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങൾ ശേഖരിക്കുക എന്നുള്ളതുമാണ്. അദ്ദേഹത്തിൻ്റെ ബുക്സ് കേരളത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സമീപിച്ചപ്പോൾ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഡോക്ടർ BR അംബേദ്കറിൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പണം നൽകുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, NCERTയുടെ പാഠപുസ്തകത്തിൽ നിന്ന് ഡോക്ടർ BR അംബേദ്കറിനെ പഠിക്കേണ്ട എന്നും ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് 10, 11, 12 ക്ലാസ്സുകളിലെ NCERT പാഠ സിലബസിൽ നിന്നും ഗാന്ധിവധം എന്നൊരു സവിശേഷ ദിവസം കൂടിയാണല്ലോ, മഹാത്മാഗാന്ധി വധം, ഡോക്ടർ BR അംബേദ്കറിൻ്റെ ജീവചരിത്രം,
മുഗൾ രാജവംശ ചരിത്രം, എവല്യൂഷൻ തിയറി അതും പഠിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ലോകത്താദ്യമായി ബഹിരാകാശത്തേക്ക് പോയത് ആര് എന്ന് മുൻ കേന്ദ്രമന്ത്രി ഒരു യൂണിവേഴ്സിറ്റിയിൽ ചോദിക്കുകയും വിദ്യാർത്ഥികൾ ഉത്തരം പറയുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതല്ല ശരി, ലോകത്താദ്യമായി ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്തത് അടുത്ത കാലം മുതൽ നിങ്ങൾ UPSC പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എഴുതേണ്ടുന്ന ഉത്തരം ഹനുമാൻ എന്നുമാണ് അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് ഡോക്ടർ BR അംബേദ്കറിന്റെ കൃതികൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് അതിൻ്റെ അപ്പോസ്റ്റലായിട്ടുള്ള നമ്മുടെ BR അംബേദ്കർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ തന്നെ കയ്യിൽ കിട്ടിയത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് അത് ആവശ്യപ്പെട്ടു. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ മുഴുവൻ വർക്കും കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്ക് അയച്ചു തരാമെന്ന ഒരു കാര്യം കൂടി അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് 2.5 മണിക്കൂർ ഇവിടെ ചെലവഴിച്ചതിൽ ഒരു നേട്ടം കൂടിയുണ്ട്. അതിന് ഞാൻ ജഗത് രാജ് സാറിനോട് കടപ്പെട്ടിരിക്കും. രണ്ടാമത്തെ കാര്യം, EMS കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കേരളത്തിലെ പ്രഥമ മുഖ്യമന്ത്രിയെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ EMS അതിന് കൊടുത്ത മറുപടി തൻ്റെ സമയം അനുവദിച്ചു കൊടുക്കുകയല്ല ചെയ്തത്, മറിച്ച് കേരള മുഖ്യമന്ത്രിയുടെ കാറ് തൊട്ടടുത്ത ദിവസം ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറുടെ വീട്ടുമുറ്റത്ത് ചെന്നു എന്നുള്ളതാണ്. അതായത് ഒരു മുഖ്യമന്ത്രിയുടെ ക്കാൾ പ്രാധാന്യം ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്കാണെന്ന് തിരിച്ചറിഞ്ഞ കേരള മുഖ്യമന്ത്രിയുടെ പേരാണ് EMS. അദ്ദേഹം 10 യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാകാൻ കാലിബറുള്ള ഒരാളായിരുന്നു കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രി. ഞാനത് ഓർക്കാൻ കാരണം, ഒരു ടെലിഫോൺ കോളിലൂടെയോ ഒരു ചെറിയ കത്തിലൂടെയോ ഞങ്ങളെയൊക്കെ ക്ഷണിക്കാമായിരുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഒരു ദിവസം തിരക്ക് പിടിച്ച് ജില്ലാ പഞ്ചായത്തിൽ ഞാനിരിക്കുമ്പോൾ അദ്ദേഹം അവിടേക്ക് കയറി വന്നിട്ട് ഡോക്ടർ ജഗത് രാജ് ക്ഷണിക്കുകയാണ് ചെയ്തത്. ഞാൻ അന്നേരം അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞില്ലെങ്കിലും എൻ്റെ മനസ്സിലോടിയെത്തിയത് സഖാവ് EMS എടുത്ത ഒരു നിലപാടാണ്. നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഈ വാർഷിക സമ്മേളനം നടക്കുമ്പോൾ എല്ലാവരും നല്ല സംതൃപ്തിയിലാണ്. കാരണം ഇവിടെ നടന്ന ഒരു ചടങ്ങ് യൂണിവേഴ്സിറ്റിയുടെ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും സഫലീകരിക്കുന്നതാണ്. കാരണം ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ റിലീസ് ചെയ്യാൻ നമ്മുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട ആർക്കിടെക്റ്റ് തന്നെ, ഗിരീഷ് സാറ് തന്നെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നു. അദ്ദേഹം കേരളത്തിലെ ഒരുപാട് പ്രധാനപ്പെട്ട വർക്കുകളും ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്റ്റാണ്. നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ്, നമ്മുടെ അയൽവാസിയാണ്, ഈ യൂണിവേഴ്സിറ്റിയുടെ അയൽവാസിയാണ്. അദ്ദേഹം തന്നെ അത് ഡിസൈൻ ചെയ്ത് ഒരു വലിയ മാസ്റ്റർ പ്ലാനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരു പക്ഷേ അടുത്ത ആഘോഷ ദിവസത്തിലോ അല്ലെങ്കിൽ അതിനടുത്തുള്ള നാളുകളിലോ തന്നെ നമ്മളെല്ലാവരും ഇവിടെ ഉത്സവ ഛായയിൽ ഒത്തുകൂടാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായി നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരാസ്ഥാനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനായിരിക്കും നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേരുന്നത് എന്നുള്ള ഒരു സന്തോഷത്തിൻ്റെ ഓർമ്മയിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ശ്രീനാരായണ ഗുരു വിദ്യാഭ്യാസ പ്രവർത്തനവും അതുപോലെ തന്നെ ആത്മീയ പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പരിശ്രമിച്ച ആധുനിക സന്യാസിവര്യന്മാരിൽ ഒരാളാണ്. ഈ യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് നിന്നുകൊണ്ട് വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലത്താണ് നീരാവിൽ സ്കൂള് അദ്ദേഹം വന്ന് സ്ഥാപിക്കുന്നത്. വിഗ്രഹപ്രതിഷ്ഠ നടത്തി ആത്മീയതയെ പരിപോഷിപ്പിക്കുക മാത്രമല്ല, അല്ലെങ്കിൽ ആത്മീയതയിൽ അടങ്ങിയിരിക്കുന്ന അസമത്വങ്ങളെ ഇല്ലായ്മ ചെയ്യുക മാത്രമല്ല, മറിച്ച് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രസക്തി കൂടി തിരിച്ചറിഞ്ഞ് ജനങ്ങളെ ആധുനികതയിലേക്ക് നയിക്കാൻ പരിശ്രമിച്ച സന്യാസവര്യനാണ് ശ്രീനാരായണ ഗുരു. മാത്രമല്ല, വളരെ ചെറുപ്പത്തിൽ തന്നെ സന്യാസ ജീവിതം അദ്ദേഹം ഉപേക്ഷിക്കുകയും ചെയ്തു. സന്യസിക്കുക എന്നുള്ളത് ലോകം ത്യജിക്കുക എന്നതുകൂടി അതിനർത്ഥമുണ്ട്. അദ്ദേഹം സന്യസിക്കുന്നതും ആര് സന്യസിച്ചിട്ടുള്ളതും അവരുടെ പ്രത്യേകിച്ച് ഹൈന്ദവ സന്യാസിമാരുടെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തോട് ആത്മാവിനെ സംലയിപ്പിക്കുക എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരു തൻ്റെ യൗവന തിളപ്പിൽ തന്നെയാണ് മരുത്വാമലയിൽ തപസ്സിനായിട്ട് കുന്നു കയറിയത്. അവിടെ ഇരുന്നു കൊണ്ട് അങ്ങനെയൊരു മോക്ഷ സാക്ഷാത്കാരം കൊണ്ട് തനിക്ക് വ്യക്തിപരമായ ഒരു നേട്ടം ഉണ്ടാകും, പക്ഷേ സഹജാതർക്ക് ഒന്നും തന്നെ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ്
മുകളിലോട്ട് കാവി ഉടുത്ത് കയറിപ്പോയ ആ മനുഷ്യൻ തിരിച്ച് വെള്ള വസ്ത്രം ഉടുത്തുകൊണ്ട് ഇറങ്ങുകയും ഒടുവിൽ ശിവഗിരിക്കുന്നിൽ അത് മഞ്ഞയായിട്ട് മാറുകയും ചെയ്തത്. ആ ശ്രീനാരായണ ഗുരുവാണ് പിന്നീട് പ്രവൃത്തി പഥത്തിലേക്ക് വരികയും തനിക്ക് വ്യക്തിപരമായി ഒട്ടും താല്പര്യമില്ലാതിരുന്ന വിഗ്രഹപ്രതിഷ്ഠ നടത്തുകയും വിഗ്രഹപ്രതിഷ്ഠയുടെ ഒടുവിൽ അത് തിരുത്തിക്കുറിക്കാൻ പരിശ്രമിക്കുകയും അതിന് സാധ്യമാകാതെ വന്നപ്പോൾ നിലവിളക്ക് കത്തിച്ചു കൊടുക്കുകയും വീണ്ടും നിലവിളക്ക് കത്തിക്കാൻ അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ അതിനു പകരമായി കണ്ണാടി സ്ഥാപിച്ചു കൊടുക്കുകയും കണ്ണാടിക്കും വേണ്ടി പിന്നീട് ആളുകൾ വളരെ വിശ്രമരഹിതമായിട്ട് അദ്ദേഹത്തെ അത് സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടു നടന്നപ്പോഴാണ് അദ്ദേഹം അതെല്ലാം മാറ്റിവെച്ചിട്ട് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ട് സ്കൂളുകൾ സ്ഥാപിക്കാൻ മുൻകൈയെടുക്കുന്നത്. ആ സ്കൂളുകൾ സ്ഥാപിച്ചു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ അടുത്ത ആശയവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. അത് തൊഴിൽ നടപ്പാക്കുക, വ്യവസായങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 16 വർഷക്കാലം SNDP ജനറൽ സെക്രട്ടറി ആയിരുന്ന കുമാരനാശാൻ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ആലുവ ഓട്ട് കമ്പനിയുടെ മാനേജരായിട്ട് കൂടി പ്രവർത്തിക്കുന്നത്. നേരത്തെ ധനകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ച ഇവിടുത്തെ ഒരു എസ്റ്റേറ്റിൽ പാർട്ണർഷിപ്പ് ഉണ്ടാവുന്നത്, നളിനി എഴുതുന്നത്, ദുരവസ്ഥ എഴുതുന്നത്, ചണ്ടാലപക്ഷി എഴുതുന്നത്, രാമവൃക്ഷത്തിലെ കുയിൽ എഴുതുന്നത്, കരുണ എഴുതുന്നത്, ഇതെല്ലാം ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ മാനേജരായിട്ടിരുന്നു കൊണ്ടാണ് എന്നുള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതകാലത്ത് തന്നെ വിഗ്രഹത്തിൽ നിന്നും വിദ്യാഭ്യാസത്തിലെത്തി, വിദ്യാഭ്യാസത്തിൽ നിന്നും വ്യവസായത്തിലെത്തി, എങ്ങനെയാണ് ആധുനികതയെ അഡ്രസ് ചെയ്ത് എന്നുള്ളത് കാണിച്ചത് കൊണ്ട് തന്നെയാണ് ഒരു യൂണിവേഴ്സിറ്റി കൊല്ലത്ത് സ്ഥാപിക്കപ്പെടുമ്പോൾ ആ യൂണിവേഴ്സിറ്റി ആധുനികമായിട്ടുള്ള ലോകത്തേക്ക് സഞ്ചരിക്കുമ്പോൾ കൊല്ലത്ത് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരവും സർഗാത്മകവും റൊമാൻറ്റിക്കുമായ പേര് ശ്രീനാരായണ ഗുരുവിന്റെ തന്നെയാണ് എന്ന് തീരുമാനിച്ച ഭരണ സംവിധാനത്തെയാണ് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എനിക്ക് തന്നിട്ടുള്ള ജോലി ഒരു പഠനത്തോടൊപ്പം സമ്പാദ്യം എന്നുള്ളതാണ്. ഇപ്പോൾ കേരള ഗവൺമെന്റ് അത് പ്രധാനമായിട്ട് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ, നോളജ് എക്കോണമി മിഷൻ തന്നെ ആരംഭിച്ചിട്ട് കേരളത്തിലെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണ്. ആ കൂട്ടത്തിലാണ് ഈ തൊഴിൽ എന്നുള്ള, അതോടൊപ്പം തൊഴിൽ. പാശ്ചാത്യ ലോകത്തു നിന്നാണ് നമ്മൾ പലതും ആധുനികത സ്വീകരിക്കാറുള്ളത്. നമ്മൾ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളായാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും നമ്മുടെ രീതികളും എല്ലാം പാശ്ചാത്യ രാജ്യത്തു നിന്നാണ് കൂടുതൽ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെയൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ പോയി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊഴിലിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളൊരാശയം ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ അത് ഡിസൈൻ ചെയ്തിട്ടുള്ളതിൽ ഒരു സന്തോഷകരമായ കാര്യം, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള തൊഴിലാകുമ്പോൾ അതിന് പര്യാപ്തമായ കാര്യങ്ങളാണ് ഇവിടെ അനുശാസിക്കുന്നത്. പഠന സാമഗ്രികളുടെ BTP ജോലികൾ, അതിന്റെ കവർ ഡിസൈൻ ചെയ്യൽ, പ്രിന്റിംഗ് പ്രക്രിയയെ സപ്പോർട്ട് ചെയ്യൽ, പകർപ്പെടുക്കൽ, അതുപോലെ പുസ്തകങ്ങൾ കോഴ്സ് തിരിച്ച് തരംതിരിച്ചു വെക്കൽ, സോർട്ടിങ്, സ്വയം പഠന സാമഗ്രികളുടെ പാക്കിങ്, ലേബലിങ്, അതുപോലെ പഠിതാക്കൾക്ക് ബുക്സ് അയച്ചു കൊടുക്കൽ, സർവകലാശാല രേഖകളുടെ ബൈൻഡിങ്, അതിന്റെ ഡിജിറ്റലൈസേഷൻ, അതുപോലെ ഫ്രണ്ട് ഓഫീസിൽ ഫോൺ അറ്റൻഡ് ചെയ്യൽ, സർവകലാശാലയുടെ വെബ്സൈറ്റ് അപ്ഡേഷൻ തുടങ്ങിയിട്ടുള്ള 12 കൂട്ടം ജോലികളാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇതിനായി തയ്യാറാക്കിയിട്ടുള്ളത്. അത് വളരെ വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഞങ്ങൾ ഒരു 6-7 വർഷത്തിന് മുമ്പ് അന്നിരുന്ന കൊല്ലം ജില്ലാ കളക്ടർ ഒരു ദിവസം വൈകിട്ട് ക്ഷണിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം രാവിലെ അഷ്ടമുടിയിൽ വരെ പോകണം. 7 മണിക്കാണ്. 7 മണിക്ക് അഷ്ടമുടിയിൽ ചെല്ലുമ്പോൾ വളരെയേറെ പ്രായം ചെയ്ത ഒരമ്മച്ചി കുളിച്ച് വൃത്തിയായി വെളുത്ത വസ്ത്രം ധരിച്ചൊരു കസേരയിലിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ അമ്മച്ചിയുടെ പ്രായം 104 വയസ്സാണ്. എന്തിനാണ് അവിടെ ചെന്നതെന്ന് ചോദിച്ചാൽ 104ാമത്തെ വയസ്സിൽ 4ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതിയ അമ്മച്ചിയെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെന്നിരിക്കുന്നത്. നമ്മുടെ അന്നത്തെ ജില്ലാ കളക്ടർ കാർത്തികേയൻ സാർ ഇവരെ സമീപിച്ചപ്പോൾ ഇവരുടെ കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഒരു ചോക്ക് പീസ് എടുത്ത് ഈ അമ്മച്ചിയുടെ കൈ കൊടുത്തു. വിറയലപ്പം നിന്നു. ചില ആളുകൾക്ക് രാവിലെ എന്തോ കഴിച്ചില്ലെങ്കിൽ കൈവിറയ്ക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ കൈവിറയിൽ നിൽക്കും. എന്തോ കാര്യമെന്ന് എനിക്കറിയാൻ വയ്യ, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അമ്മച്ചിയുടെ കയ്യിലോട്ട് ഈ ചോക്ക് കൊടുത്തപ്പോൾ അമ്മച്ചിയുടെ കൈവിറയിൽ നിന്നു. അമ്മച്ചിയോട് പറഞ്ഞു പേരെഴുതാൻ പറഞ്ഞു. അമ്മച്ചി നല്ലതുപോലെ ഓരോ അക്ഷരത്തിന് സ്പേസ് ഇട്ടിട്ട് എഴുതി ഭാഗീരഥി അമ്മ എന്ന് എഴുതി. അപ്പോഴാണ് കുറച്ച് നല്ല പ്രായമുള്ള ഒരു സ്ത്രീ മുടന്തി നടന്നു വരുന്നു. അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു, അമ്മ എൻ്റെ പേരും കൂടി എഴുതണം. ഈ വന്ന പ്രായമേറിയ സ്ത്രീ ഇവരുടെ മകളാണ്. അവരുടെ പേരും കൂടി എഴുതി തങ്കമണി അമ്മ. ഈ 4ാം ക്ലാസ് തുല്യതാ പരീക്ഷയെ നമ്മൾ അവിടെ അവസാനിപ്പിച്ചില്ല. അത് 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ.
അത് 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ, അത് 12ാം ക്ലാസ് തുല്യതാ പരീക്ഷ. ഇപ്പോഴാണ് നമ്മൾ ആ 12ാം ക്ലാസ് തുല്യതാ പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു വലിയ വൈഡായിട്ടുള്ളൊരു മാനം അതിന് കൊടുക്കുകയാണ്. ആ 12ാം ക്ലാസ്സുകാരെ ഡിഗ്രി ഹോൾഡേഴ്സ് ആക്കി മാറ്റാൻ പരിശ്രമിക്കുകയാണ്. അതിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.